മോർണിംഗ് ഗൈസ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വാഗമണിലേക്കാണ്. നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ സൂപ്പർവൈസറായിട്ടൊരു പുതിയൊരു ട്രിപ്പിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ സൂപ്പർവൈസർ നമ്മുടെ ഇവിടുത്തെ ഉണ്ടാവും. നമ്മൾ സൂപ്പർവൈസറിനെ എന്തായാലും പാലെ ചെല്ലുമ്പോഴത്തേക്കും കാണാൻ പറ്റും. അതുവരെ നമുക്ക് സോളോ റൈഡ് ആണ്. ഇച്ചിരി താമസിച്ചും പോയി. അവന്മാരവിടെ നേരത്തെ വരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ വീണ്ടും തണ്ണീർമുക്കം ബണ്ട് കയറുകയാണ് സുഹൃത്തുക്കൾ. അങ്ങനെ നമ്മൾ തണ്ണീർമുക്കം ബണ്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇനിയും ഒരു 50 കിലോമീറ്റർ അടുത്തുണ്ടാവും പാല. രാവിലെ എടുത്ത് ഇവിടുത്തെ ആ ഒരു വൈബ് വേറെ ലെവൽ. ഇച്ചിരി നേരത്തെ വന്നിരുന്നെങ്കിൽ അടിപൊളിയായി. ഇപ്പം 7 മണി 7:15. ഇച്ചിരി നേരത്തെ ആയിരുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി മഞ്ഞും രസമായിരുന്നു. ഇനി ഇവിടുന്ന് 50 കിലോമീറ്റർ എങ്കിലും കൂടി ഉണ്ട് പാലക്ക്. രാവിലെ എടുത്ത ആ ഒരു ഭംഗിയുണ്ട്. ഇച്ചിരി നേരത്തെ വന്നിരുന്ന രസമായിരുന്നു. കുഴപ്പമില്ല. അത് നോക്കിക്കുക, നമ്മുടെ ആ പാടത്തിൻ്റെ ആ ഒരു ഭംഗി നോക്കി. ഓ അടിപൊളി, വേറെ ലെവൽ. അന്ന് നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ നെല്ല് വിതച്ചേ ഉള്ളായിരുന്നു. ഇപ്പം കിളുക്കാൻ തുടങ്ങിയത് സാധനം എല്ലാം. മറ്റൊരു അതിന് നെല്ലാണോ അതോ വേറെ പുല്ലെങ്ങാനും ആണോന്ന് അറിയാൻ. നെല്ല് തന്നെ ഇരിക്കും. അതെ, ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം വിതച്ചത്. നേരത്തെ കണ്ടല്ല. കണ്ടാ ഇവിടെ കറക്റ്റ് ഇത് നെല്ല് തന്നെയാണോ? ഇത് നെല്ലായിരിക്കും. കണ്ട് നെല്ല് പോലെ ഉണ്ട്. നല്ല രസമുണ്ട്. എന്തല്ലേ അങ്ങനെ നമ്മൾ വാഗമണിലേക്കുള്ള റൂട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇതങ്ങോട്ട് ഒറ്റ റോഡാണ്. ഒരു വളവുമില്ല, തിരിവില്ല. വളവുണ്ട്, അല്ലാണ്ട് വേറെ ഇടക്കോട്ടുള്ള വേറെ വഴികളൊന്നുമില്ല. ഒറ്റ വഴി ഡയറക്റ്റ് വാഗമൺ. മഴക്കാലത്തായിരുന്നു ഇച്ചിരി അടിപൊളിയാണ്. ഇപ്പോഴും വലിയ കുഴപ്പമില്ല. ഇപ്പം മഴ കഴിഞ്ഞുകൊണ്ട് ആ ഒരു പച്ചപ്പ് ഇപ്പോഴും ഉണ്ട്. ഇതവിടെ കരിഞ്ഞുണങ്ങി കിടക്കും. എന്നാലും കുഴപ്പമില്ല. ഇവിടുത്തെ ഈ ഒടിഞ്ഞുള്ള വളമാണ് മെയിൻ. എന്തല്ലേ റബ്ബർ. ഇതൊക്കെ ആരുടെങ്കിലും റബ്ബറാണോ അതോ തന്നെ എടുത്തു വന്നാണോ? അതിലൊക്കെ മറ്റേ വെട്ടിയ പാടൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആരുടെയെങ്കിലും ആയിരിക്കും. ഈ വാഗമണിലേക്കുള്ള റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ള് നല്ല കിടിലം വ്യൂ ആണ്. നമുക്കിങ്ങനെ സൈഡിലായിട്ട് നോക്കാൻ തോന്നും. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് തന്നെ വണ്ടി ഒന്ന് ഇടിക്കും. അതുകൊണ്ട് അങ്ങനെ നോക്കരുത്. സാധാരണ ഈ പുല്ലൊക്കെ നല്ല പച്ചപ്പി നിൽക്കണതാണ്. പക്ഷെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മഴ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസത്തോളമായല്ല. അതുകൊണ്ടായിരിക്കും. സാധാരണ നല്ല പച്ചപ്പും ഹരിതാഭ്യം പച്ചപ്പുമാണ്. അടുത്ത 2 റൈഡേഴ്സോടെ നമ്മൾ പൊട്ടെടുക്കും. ഒരു പെണ്ണുള്ളത്. വ്യൂ ഒക്കെ ഉണ്ടോ? 2 സൈഡിലില്ല, ഒരു സൈഡിൽ. ഈ സൈഡിലെ വ്യൂ വേറെ ലെവൽ. റോഡ് അതിനേക്കാൾ അടിപൊളി, തണുപ്പ് അതിനേക്കാളും. രാവിലെ 9:45, പക്ഷെ ഇപ്പോഴും നല്ല തണുപ്പുണ്ട്. നമ്മുടെ അവിടെയൊക്കെ ഒരു 7 മണിക്കുള്ള 7 മണിക്കല്ല, രാത്രി 12 മണിക്കത് തണുപ്പാണുള്ള. 9:45 തണുപ്പ്. ഇതൊക്കെ ഓരോരോ വ്യൂ പോയിൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇവിടെ ഒന്നും അല്ല മെയിൻ വ്യൂ പോയിൻ്റ്. നമ്മൾ പോണേ അങ്ങനെയല്ല, നമ്മൾ പോണ വഴിക്ക് കുറേ മെയിൻ വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ നിർത്തും, ചിലപ്പോൾ നിർത്തിയല്ല.
മലയിലൊക്കെ തെങ്ങ് നിൽക്കണം. വാ, എന്താ ഭംഗി. ആ മഞ്ഞുകൊണ്ട് മലയൊക്കെ മൂടി നിൽക്കും. മലയൊന്നും മര്യാദ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. തണുപ്പ് കൂടിക്കൊണ്ടിരിക്കും. വാ, വേറെ ലെവൽ വ്യൂ. ഒരു മഴയുടെ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. മഴ പെയ്യലായിരിക്കും, പക്ഷെ ഒരു മഴയുടെ ഒരു ഇതുണ്ട്, ആംബിയൻസ്. ഇവിടെയൊക്കെ മഴക്കാലത്ത് ഇങ്ങനെ കൂടിയൊക്കെ വെള്ളം വീഴണം. ഇതിപ്പോൾ വെള്ളമില്ലൊരു ഉണ്ടായില്ല. മഴ കഴിഞ്ഞുകൊണ്ടാണ് പറഞ്ഞ കാര്യം. ഓ, തണുത്തിട്ട് മേല വേറെ ലെവൽ. അപ്പാരം. നമ്മുടെ സൂപ്പർവൈസറും ടീമും ഫ്രണ്ടേ പോകുന്നുണ്ട്. സൂപ്പർവൈസർ പറപ്പിച്ച് പോവാണ്. സൂപ്പർവൈസറിനെ ഞാനൊന്ന് കയറിപ്പോകാൻ സ്ഥലങ്ങൾക്കൊക്കെ സൂപ്പർവൈസർ പറന്നങ്ങ് പോയി. എന്തല്ലേ, സൂപ്പർവൈസറിനെ പറപ്പിച്ച് പിടിക്കണം. സൂപ്പർവൈസറിലെ കോർണറൊക്കെ എടുത്ത് പോകണമെണ്ട. എൻ്റെ പൊന്നെ, ഓ വേറെ ലെവലിൽ. നേരത്തെ തണുപ്പൊന്നും ഒന്നും അല്ല, ഇപ്പോഴാണ് തണുപ്പങ്ങാട്ട് തുടങ്ങിയത്. എൻ്റെ പൊന്നെ, ഒരു ടീംസ് ഫോട്ടോ എടുക്കണം. കപ്പിൾസ്. നമുക്ക് ലക്ഷ്യം വാഗമൺ. ഓ, അതുകൊണ്ട് ആ മേളിലാണ് നമുക്ക് ചെല്ലേണ്ട സ്ഥലം. കുറേ ആൾക്കാർ നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. സീസൺ ഹൃദയം മുറിയും അഴലിൽ വെன்றாலும் മകനേ പുറമേ കരയൽ. ഓ, വ്യൂസാണ് കൊടുത്ത വേറെ ലെവൽ. ഈ റോഡിൻ്റെ ഈ അപ്പുറത്തെ ഇപ്പുറത്തുള്ള വ്യൂ നോക്കി നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വണ്ടി അടിപ്പോയെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ആരും വ്യൂസ് നോക്കി വണ്ടി അങ്ങനത്തെ വ്യൂസല്ല, ആരും ഇതുപോലുള്ള ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗി നോക്കി ഓടിക്കരുത്, റോഡ് നോക്കി ഓടിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ എപ്പോൾ അടിപ്പോയെന്ന് ചോദിച്ചാൽ ഓ അവിടെ വെള്ളമുണ്ട്, ഇവിടുത്തെ വെള്ളമൊന്നും ഇതൊരു പറ്റിയില്ലല്ലോ. ഇതൊക്കെ സാധാരണ മഴക്കാലത്താണ് പച്ച കളറായിരിക്കും, ഇതിപ്പോൾ ഉണങ്ങാൻ തുടങ്ങി. ഉണ്ടോ, ഫുള്ള് മഞ്ഞ കളറ്, ബ്രൗൺ കളറായി. മലരെ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം ആയിരുന്ന. ഇതെന്താണ് ഇവിടെ ഇത്രയും തിരക്ക്?
ये क्या है? അരിവാടിനരികത്തിന്നാണ് ഇരുന്നാൽ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ. ഓ ഓ ഇത് പറഞ്ഞാൽ വാഗമണ്ണിലേക്ക് പോണ വഴി വാ വേറെ ലെവൽ. ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമ്മൾ ശരിക്കും മേളിൽ വേണം ഉണ്ട്. ആ മലയുടെയൊക്കെ ഏകദേശം പകുതി വരെ നമ്മളിപ്പോൾ കയറിയിട്ടുണ്ട്. പകുതിയല്ല, മേള് വരെ കയറിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ആ മലയുടെ പൊക്കത്തിലാണ്. എൻ്റെ ചെവിയൊക്കെ അടയാൻ പറയാം ഒപ്പ്. പക്ഷേ ഇച്ചിരി മഴയും കൂടി ഉണ്ടായിരുന്ന വേറെ ലെവൽ വൈബായി. മഴയില്ല. ഓ ഇങ്ങനെയോടെയൊക്കെ ഈ വണ്ടി വിടരുത് ഒപ്പ്. ആ പാടം ഒരു ഇച്ചിരി ചെറിയൊരു വഴി, ഒരു വലിയൊരു ടിപ്പറും വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ട നമ്മളൊക്കെ ഇതെങ്ങനെ പോവും? എത്തിയിരിക്കുകയാണ് ഗൈസ്. അയ്യോ സൂപ്പർവൈസർ ഒന്ന് ഭയങ്കര സ്ലോ ഇല്ല. വാ സൂപ്പർവൈസറിനെ മൂട്ടിക്കൊണ്ട് ഇടിച്ചേനെ. അങ്ങനെ ഇൻഫിനിറ്റി പൂളിലേക്കുള്ള വഴിയിലേക്കാണ് നമ്മൾ പോണത്. ഇൻഫിനിറ്റി പൂൾ യദുബായ് നേരത്തെ വിട്ടിട്ടുണ്ട്. പുറകെ ചെല്ലാം. എന്തൊരു വഴിയൊക്കെ എൻ്റെ ഒന്നെ താഴെ പോയി നേരെ എൻ്റെ ദൈവമേ ഫുള്ള് കിടിലം വഴികളൊക്കെ. ഇതെന്ത് പോവാണ്? പൂക്കളെ പോയന. എൻ്റെ ആടാടാ തിരിച്ചു വരാനുള്ള വഴിയൊക്കെ അറിയാവാ? എൻ്റെ മോനെ വല്ല കാര്യമുണ്ടോന്ന് ഞാൻ ആലോചിക്കണം. മര്യാദക്ക് എതൊന്ന് വർക്കൗട്ടിന് വേണ്ടിട്ട് കൊണ്ടുവന്നാന്നോ? വർക്കൗട്ട് കേലിയെ തെന്നി താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ താഴത്തുനിന്ന് പെറുക്കിയെടുത്താൽ മതി. ഓ കൊള്ളാം. എൻ്റെ പൊന്നെ ഇവിടുത്തെ വ്യൂ കൊള്ളാമല്ലേ? ഇവിടെ ഉള്ളവർക്കൊക്കെ ഇവിടെ വന്ന് ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ എന്ത് രസം. എൻ്റെ 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 ഇത് അത്രക്ക് വർത്തിയാണത്. ഇൻഫിനിറ്റി പൂളേ ഇൻഫിനിറ്റി തന്നെ. ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. അതാണ് ഇൻഫിനിറ്റി പൂൾ.
വല്ല കാര്യം ഉണ്ടോന്നാണ് ഇനി തിരിച്ച് ഞാൻ പൊക്കത്തിൽ കയറേണ്ടത്. അവിടെ കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു.